മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം തന്നെ ഉസ്താദിനോട് വന്ന് പറയും, ലത്തീഫ് ചാക്കി സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ലത്തീഫ് ചാക്കി എതിരായിട്ട് ഉസ്താദിനോടൊന്ന് പറയും. ഉസ്താദിന്റെ കുറ്റം ലത്തീഫ് ചാർത്ത് പോയി പറയും. ഒരേ ഒരാള്, ഉദാഹരണം പറഞ്ഞാണ്, ഉദാഹരണം അങ്ങനെ പറയുന്നില്ല, ഉദാഹരണം പറയാണ്. പള്ളിയിലെ പ്രസിഡന്റിനോട് പോയിട്ട് ഉസ്താദിനെ കുറ്റം പറയും. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഇമാമ് വളരെ മോശമായിട്ടാണല്ലോ പറയുന്നത്. നല്ല മനുഷ്യനായിരിക്കും, ഉസ്താദിനൊക്കെ എപ്പോഴും അത് രാവിലെ കട്ടൻ ചായക്കോ ചേർന്നിരുന്ന് കുടിക്കും, ബിസ്ക്കറ്റൊക്കെ തിന്നുന്ന മനുഷ്യനാണ്. എന്നിട്ട് പോയിട്ട് ഫിത്തിന പറഞ്ഞു കൊടുക്കും. ലത്തീഫ് ചാടേന്ന് ഇവിടെ വന്ന് തിന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും, ഉസ്താദ് നിങ്ങളെ കുറിച്ച് ലത്തീഫ് ചാട മോശമായിട്ട് പറയുന്ന, അടുത്ത മാസം നിങ്ങളെ മാറ്റുമെന്നാ തോന്നുന്നത്, സംഭവം കണ്ടിട്ട് അങ്ങനെയാണ്, നിങ്ങളെ എവിടുന്ന് വണ്ടി വിടാൻ തീരുമാനിച്ചിട്ടാണ്. എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നത്. ഇത് രണ്ടുപേരും ഇതൊന്നും അറിയുന്നില്ല സംഭവം. എന്നാ ഒരാളാണ് പ്രചരിപ്പിക്കുന്ന എങ്ങനെ, മീഡിയകളിലൂടെ ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യിക്കാം. വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന ആട്ടാക്കും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനായിട്ട് മീഡിയക്കകത്ത് ആക്കി കൊടുക്കും. ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് നിസ്കരിക്കാനും വരും, നോമ്പ് പിടിക്കാനും വരും, ഇബാദത്തെടുക്കാനും വരും. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു മുഖം, അവിടെ മീഡിയക്കകത്ത് കയറുമ്പോൾ മറ്റൊരു മുഖം. അപ്പൊ ആരാ ഇവൻ? ഇവൻ ജനങ്ങളിൽ ദുഷിച്ചവനാണ്, നികൃഷ്ടനാണ്. നബിയുനാ റസൂലുള്ളാഹി ഇവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? വമൻ കാന ദാ ലിസാനൈൻ ഫഇന്നല്ലാഹ യജഅലു ലഹു ലിസാനൈൻ മിന്നാർ. ആരെങ്കിലും ദുനിയാവിൽ രണ്ട് നാവോടുകൂടി സഞ്ചരിച്ചാൽ, രണ്ട് മുഖഭാവത്തോടുകൂടി സഞ്ചരിച്ചാൽ, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവ് ഇവന് നൽകുമത്രേ. നരകത്തിന്റെ രണ്ട് നാവ്, നരകത്തിന്റെ രണ്ട് നാവ് അല്ലാഹു തആല ഇവന് നൽകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരാളുടെ ഐബ് നമ്മൾ മറ്റുള്ള മുന്നിൽ വെളിപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മളെ നാണം കെടുത്തി കളയും. ഇതിങ്ങനെ ചുറ്റിത്തിരില്ല, നമീമത്തി എന്ന് പറയും. ഇതിങ്ങനെ വെറുതെ ഇവന്റെ കാര്യം അവിടെ പറയാ, അവന്റെ കാര്യം ഇവിടെ പറയുക, വെറുതെ വാട്സപ്പ് എടുത്ത് ഗ്രൂപ്പ് ഇട്ട് ചുമ്മാ അങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച. ആവശ്യമില്ല, നമ്മുടെ സമയം വേസ്റ്റാണ്. ലാ തുളയ്യൂ ഔഖാതകും ഫഇന്നൽ വഖ്ത ദഹബുൻ വലാ തുളയ്യൂഹാ. സമയം നിങ്ങൾ വേസ്റ്റാക്കല്ലേ, അത് സ്വർണ്ണാണ്. സമയം അമൂല്യ നിധിയാണ്, അമൂല്യ സമ്പത്താണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആവശ്യമില്ലാത്ത കടിപിടിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കാൻ പാടില്ല. നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ആ സമയം ചെലവാക്കുക. ഇതൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിന് ചോദ്യമുണ്ടാകും. നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് വേണ്ടി, തർക്കങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ച നാളെ ആഖിറത്തിൽ അതിന്റെ നഷ്ടമുണ്ടാകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. സ്വർഗത്തിന്റെ കൊട്ടാരം കൊണ്ട്, സ്വർഗത്തിന്റെ പൂമുഖത്ത് ഞാൻ ഇതാ ഒരു ഭവനം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. ഏ ഉമ്മത്തികളെ, നിങ്ങൾക്ക് സ്വർഗലോകത്തൊരു കൊട്ടാരം വേണമോ? ആ കൊട്ടാരം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ ഇതാ ഉറപ്പ് നൽകുകയാണ്. ഫീ റബളിൽ ജന്ന. അത് സ്വർഗത്തിന്റെ പൂമുഖത്താണ്, സ്വർഗത്തിന്റെ പൂമുഖത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ആർക്കാണ് ഹബീബ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരവുമായി അങ്ങ് സാക്ഷ്യം വഹിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ. സത്യമാണ് നീ പറയുന്നതെങ്കിൽ പോലും തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കണമേ, തർക്കങ്ങൾ ഒഴിവാക്കണമേ. തർക്കങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തിക്ക് ഞാനിതാ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയാ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. തർക്കം ഒഴിവാക്കുന്നവർക്ക്. എന്തിനാ തർക്കിക്കുന്നത്? എന്തിനാ തർക്കിക്കുന്നത്? ആരാ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ. വെറുതെ നമ്മൾ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത തർക്കം. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെ, മറ്റൊന്നാണ്. ഇപ്പൊ അബൂബക്കർ ഖാസിമിനെ കുറിച്ച് മോശമായിട്ട് പറയാം. ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കുറ്റം പറയും. സുന്നത്ത് ജമാഅത്തിനെതിരായ ആളാണ്, മറ്റേ ആളാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരനാണോ ഇല്ല, ഞാൻ 5-6-7 വർഷമായിട്ട് പോയി കാസർഗോഡ് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പ്രസംഗിക്കുന്നു. എല്ലാവരും എന്നെ വിളിച്ച് ഉസ്താദ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ. ഇതിനൊന്നും മറുപടി പറയണ ഈ പാവപ്പെട്ടവൻ പോവില്ല. എത്ര നമ്മളെ ചൊടിപ്പിച്ചാലും ഇഷ്ടമുള്ളവൻ വിളിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ വിളിക്കണ്ട. ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. സുന്നത്ത് ജമാഅത്തുകാരനല്ല എങ്കിൽ വാങ്ങൽ വിളിക്കണ്ട. ഖലാസ്, തീർന്നല്ലോ സംഭവം, പ്രശ്നം തീർന്നില്ലേ? 2 ദിവസം റെസ്റ്റ് എടുക്കാം പുരയിലിരുന്നിട്ട് റാഹത്തായിട്ട്. അള്ളാഹ് എവിടെല്ലാം ദീൻ പറയാൻ പോകണം തീരുമാനിച്ചാൽ അവിടെ എല്ലാം പോയേ പറ്റുള്ളൂ. അത് അള്ളാന്റെ തർത്തീബാണ്. അതിന് ആര് തടഞ്ഞാലും അത് തടയാൻ പറ്റുള്ള സംഭവം. ആര് വേണം തടയാൻ പറ്റില്ല. വലിയ വലിയ മഹാന്മാര്, മശായിഖന്മാര്, സ്വാലിഹീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരല്ല എന്ന് പറയുന്നു. പിന്നെ ഈ പാവം പിടിച്ച ഈ സാധുവായ സീറോ ആയ എന്നെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും വലിയ ബലഹീനൻ, ഒന്നുമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ. നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ഇൽമു പറയാൻ തൗഫീഖ് കിട്ടിയതിന് അള്ളാഹുവിൽ ഞാൻ അൽഫ് ശുക്ർ, അള്ളാഹ്ക്ക് ഞാൻ കോടിക്കണക്കിന് ശുക്ർ ഞാൻ അള്ളാഹുവിന് ഞാൻ നൽകുകയാണ്, പറയുകയാണ് പടച്ചവൻ. കാരണം എനിക്ക് ഈ സാധുവായ, എനിക്ക് വിവരമില്ലാത്ത എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇൽമു പറയാൻ പറ്റിയില്ലേ? ഇത്രയും ആളുകൾ എതിർത്തിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയയെ കുറിച്ച് വന്നതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ ഇത് പറയൂല. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എപ്പോഴും ചുമ്മാ ചർച്ച, വെറുതെ ആവശ്യമില്ലാത്ത ആൾ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്ത് കാണിച്ചു, എന്ത് ചെയ്തു എന്ന് അതിന്റെ നിജസ്ഥി മനസ്സിലാ. അവിടെയും കട്ട് ചെയ്യും, മാ ഖബലും മാ ബഅദും കട്ട് ചെയ്തിട്ട് നടുക്കുള്ളത് മാത്രം എടുത്തിട്ട് കൊടുക്കും. സംഭവം മനസ്സിലായില്ലേ? ഇപ്പുറത്തും കട്ട് ചെയ്യും, ഇപ്പുറത്തും കട്ട് ചെയ്യും, എന്നിട്ട് ഇതിൽ മാത്രം എടുത്തു കൊടുക്കും. അപ്പൊ ഈ പി ഉസ്താദ് ഇങ്ങനെയാ, ഈ പി അങ്ങനെയാ, ഈ പി ഇങ്ങനെയാ, അദ്ദേഹത്തെ അടുത്ത വർഷം വാതിന് വിളിക്കരുത്, നമ്മൾ വാതിന് വിളിക്കരുതപ്പാ, അയാൾ സുന്നത്ത് ജമാഅത്തിനെതിരായ ആളപ്പാ. അൽഹംദുലില്ലാ അപ്പാ, എപ്പെങ്കിലും മനസ്സിലായല്ലോ അപ്പാ, വിളിക്കല്ലേ അടുത്ത വർഷം. നല്ല കാര്യം. നമ്മളാരോടും പോയി ചോദിക്കാറില്ല അള്ളാഹുവെ നമ്മളെ കാസർഗോട്ടുകാരെ വിളിക്കണമെന്നും കൊല്ലക്കാർ വിളിക്കണമെന്നും കർണാടകക്കാർ വിളിക്കണമെന്നും നമ്മൾ ദ്വാരക്കാരില്ല. അള്ള പറയുന്നു, പോകുന്നു, ഖലാസ്. അള്ള പറയുന്നു, പോകുന്നു. ഇത് അള്ള തരുന്ന പ്രത്യേകമായ കഴിവാണ്. അള്ള തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. അള്ള തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ഈ ആളുകളെ കിട്ടുന്നത്. ഇതൊക്കെ അള്ളാന്റെ തർത്തീബാണ്, അള്ളാന്റെ തീരുമാനമാണ്. അവൻ തീരുമാനിക്കുന്നു നീ പോകണ്ട, അവൻ തീരുമാനിക്കുന്നു പ്രശ്നിക്കണം പറഞ്ഞാൽ യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാതെ, മനസ്സിലാക്കാതെ, വെറുതെ ആവശ്യമില്ലാതെ മീഡിയകളിലൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രചരിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉപദേശം. പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ഇത് സംഭവം വന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നടിയുണ്ട്, ഒരു സിനിമാ നടി അൻസിബ ഹസൻ. അറിയായിരിക്കും അല്ലേ? ചെറുപ്പക്കാർക്കൊക്കെ അറിയായിരിക്കും. അൻസിബ ഹസൻ എന്ന് പറഞ്ഞൊരു സിനിമാ നടി, മുസ്ലിമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ? അറിയാവോന്ന് ചോദിച്ചാൽ അറിയാന്ന് പറഞ്ഞ സിനിമ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് ആരും മിണ്ടാത്തത്. എന്തായാലും പോട്ടെ, ഹൈർ. അതൊന്നും വലിയ കാര്യമില്ലപ്പാ. അതിനകത്ത് ഇപ്പം എന്താ, നമ്മളിപ്പോൾ എപ്പോഴും വാർത്തകളൊക്കെ നോക്കുന്നത്, നമുക്കിപ്പോൾ ഓരോ വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ഭാവന ഷൂട്ടിങ് കഴിഞ്ഞ് പോയപ്പോൾ ഭാവനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നു. അത് നോക്കുമ്പോൾ ഇതൊക്കെ വാർത്തയല്ലേ? ഇത് വാർത്ത മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്ത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കാൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ അൻസിബ ഹസനെതിരെ ഞാൻ ഈ കാസർഗോഡ് തന്നെ ഞാൻ എതിർത്ത് പ്രസംഗിച്ചു. ഞാൻ ബന്ദിയോട് വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു, നരകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിട്ട്, ഇതേപോലെ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ അവളെ വിമർശിച്ചു പ്രസംഗിച്ചു. നരകത്തിനെ നിഷേധിക്കുന്നവളാണ്, നരകത്തെ എതിർക്കുന്നവളാണ്, ആ മുസ്ലിമായ ആ സിനിമാ നടി നരകത്തെ എതിർക്കുന്നവളാണ് എന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി പോയി. ആരാ പറഞ്ഞത് നരകത്തിൽ പിന്നെ സിനിമ നടിക്കുന്നവർ നരകത്തിൽ പോകുന്ന ആരാ പറഞ്ഞതെന്നൊക്കെ ഉള്ള ഒരു തലക്കെട്ടില്, അങ്ങനെ ഒരു എഡിങ്ങിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ എനിക്ക് വിഷമായി പോയി. ഞാൻ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കണ്ട് വളരെ ശക്തമായി ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഞാൻ ഈ ബന്ദിയോട് അടുത്ത സമയത്ത്, അടുക്കും ബന്ദിയോട് കഴിഞ്ഞ 5-6 മാസത്തിന് മുമ്പ് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ വളരെ ഗൗരവത്തോട് പറഞ്ഞപ്പോൾ എന്തോ ഞാൻ അതിരുവിട്ട് അങ്ങോട്ട് പറഞ്ഞുപോയി. ഞാൻ പിന്നീട് അത് എന്റെ സുഹൃത്തുക്കൾ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് കേട്ടപ്പോഴാണ് പടച്ചോൻ ഇത്രയ്ക്കും ഗൗരവത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. നരകത്തെ കുറിച്ച് അത്രയ്ക്കും കട്ടിക്ക് പറഞ്ഞുപോയി. എന്തായാലും അവളുടെ മനസ്സിൽ അതൊരു മാറ്റം ഉണ്ടാക്കി. അവൾ എന്നെ വിളിച്ചു. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി എന്നെ വിളിച്ചു. അവളും വിളിച്ചു. അദ്ദേഹത്തെ അവളുടെ സഹോദരൻ എന്ന പേരിൽ ഒരാളെന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കാണ് സംഭവം, നിങ്ങൾ ഏതടിസ്ഥാനത്തിൽ ഇങ്ങനെ സംസാരിച്ചത്, അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, റബ്ബിനാണ് സത്യം, ആണായിട്ട് പറയും, റബ്ബിനാണ് സത്യം, ഞാൻ അങ്ങനെ പറയാം. ഞാനൊരു ഖുർആൻ ഞാൻ പഠിച്ചവളാണ്, ഞാൻ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവളാണ്, ഞാൻ ആഖിറത്തെ പേടിക്കുന്നവളാണ്, മരണത്തെ പേടിക്കുന്നവളാണ്, നരകത്തെ ഭയപ്പെടുന്നവളാണ്, ഞാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ മീഡിയയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നീ പൊരുത്തപ്പെട്ടവരെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഞാനത് മാറ്റി പറഞ്ഞേക്കാം. ഞാൻ ഡിസംബർ 31-ാം തീയതി എനിക്ക് കോഴിക്കോടായിരുന്നു പ്രസംഗം, ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത്.
പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചു. കാരണം നിരപരാധിത്വം നമ്മൾ പറഞ്ഞു, കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ അപാകതയാണ്. നാളെ ആഖിറത്തിൽ നമ്മൾ പിടിച്ചു നിർത്തപ്പെടും. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റി പറയാം, എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കും. അതോടുകൂടി ഞാനൊരു തീരുമാനം എടുത്തു, ഈ മീഡിയയിൽ കാണുന്നത് നമ്മൾ ഇനി പറയാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും. എന്റെ എതിരാളികൾ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും, അതെടുത്ത് വെച്ചിട്ട് ഒന്നും അറിയാതെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കും. നമ്മുടെ ഉസ്താദന്മാര് പണ്ഡിതന്മാരടക്കം അബൂബക്കർ മുസ്ലിയാർ ആരാണെന്ന് എന്നെ പോലും അറിയാത്ത ആളുകൾ എനിക്കെതിരെ ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം മെസ്സേജുകളും ഇടുന്നു. എന്നെ ഇന്നുവരെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പിന്നെ എന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? എന്റെ ആദർശങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഉദാഹരണം പറയാൻ. അപ്പൊ എന്റെ പച്ച ഇറച്ചു തിന്നുമ്പോൾ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം എന്നോട് പൊരുത്തം ചോദിക്കാതെ അള്ളാഹ് അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഉലമാക്കളെന്നല്ല, ഒരു വ്യക്തികളെ കുറിച്ചും നമ്മൾ പരാമർശിക്കരുത്, സൂക്ഷിക്കണം. മീഡിയകൾ പ്രത്യേകമായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരാളെ, ഏത് ഗ്രൂപ്പിലെ ആലിമികളെ ആയാലും കരിവാരി തേച്ചു കൊണ്ടുവരുന്ന മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത്, ഡിലീറ്റ് ആക്കി കളയണം. ഞാൻ പറയുന്ന വാക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അത് ഏത് ഗ്രൂപ്പിലെ ആലിമാകട്ടെ, ഏത് ഗ്രൂപ്പിലെ സഹോദരങ്ങളാകട്ടെ, ഒരു വ്യക്തിഹത്യ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയകളുടെ പ്രയോജനമെങ്കിൽ, പ്രവർത്തനമെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ സമയം മെനക്കെടുന്നതെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒരു വ്യക്തി ആരാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ്, ഇത് നമുക്കറിയാം. അറിയുകയില്ല. നമ്മൾ വിചാരിക്കും ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നത്. ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി വഫാത്തായി കിടക്കുകയാ. സ്വഹാബാക്കൾ എല്ലാവരും ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. തൗഫിയ റജുലുൻ മിന സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ മയ്യത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, ഫഅബ്ശിർ ബിൽ ജന്നാ നബിയേ, ഇദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ ഹബീബേ, സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വർത്തമാനം